നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണത്തിനെത്തി. എന്നാൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ വന്നതുമില്ല. നിലമ്പൂരിൽ പ്രവർത്തകസമിതി അംഗവും തിരുവനന്തപുരം എം.പിയുമായ ശശി തരൂരിൻ്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി. കോൺഗ്രസിലെ താരമുഖമായ ശശി തരൂർ ഒരിക്കൽ പോലും നിലമ്പൂരിൽ പ്രചാരണത്തിന് എത്തിയില്ല. കോൺഗ്രസിനൊപ്പമെന്ന് പറയുകയും കോൺഗ്രസിന് വെട്ടിലാക്കുന്ന നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ശശി തരൂർ കോൺഗ്രസിന് അടുത്തിടെ വലിയ തലവേദനയായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തരൂരിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും കോൺഗ്രസ് മടിക്കുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്ത മെയ് 26 മുതൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ജൂൺ 17 വരെയുള്ള 22 ദിവസമായി നടന്ന ആവേശകരമായ പ്രചാരണത്തിൻ്റെ ഭാഗമാകാൻ ശശി തരൂരിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമോ പാർട്ടി ദേശീയ നേതൃത്വമോ സമീപിച്ചിട്ടില്ലെന്നാണ് സൂചന. തരൂരിൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശശി തരൂർ നിലമ്പൂരിൽ വന്നില്ല എന്ന് മാത്രമാണ് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. പാർട്ടി നേതൃത്വം തരൂരുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിന് വിദേശയാത്രയിലായിരുന്നതിനാൽ തരൂരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. തരൂർ പ്രചാരണത്തിന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലമ്പൂരിൽ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അതേസമയം തരൂരിനെ പാർട്ടി സംസ്ഥാന നേതൃത്വമോ സ്ഥാനാർത്ഥിയോ ഒരിക്കലും സമീപിച്ചിട്ടില്ലെന്ന് തരൂരുമായി അടുത്ത നേതാക്കൾ പറഞ്ഞു. നിലമ്പൂർ നിലവിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പോരാട്ടമാണ്. അവിടെ എന്തുകൊണ്ട് ശശി തരൂർ എത്തിയില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ മറുപടിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന ശശി തരൂരിൻ്റെ തുറന്ന പ്രസ്താവന കേട്ട് കുറച്ചൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അമ്പരന്നത്. തന്നെ കേരളത്തിൽ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ലെന്ന് പോലും ശശി തരൂർ അന്ന് തുറന്നടിച്ചിരുന്നു. പിന്നീട് പലതവണ നിലപാടുകൾ കൊണ്ട് ശശി തരൂർ കോൺഗ്രസുമായി തുറന്ന പോര് നടത്തിയിരുന്നു. ഇപ്പോൾ നിലമ്പൂരിൽ തരൂർ വന്നതുമില്ല. ഇതേ തുടർന്നായിരുന്നു തരൂർ എവിടെ എന്ന ചോദ്യം ഉയർന്നത്.